വേനലവധിക്ക് ചൂടുകൂട്ടി IPL ഫീവർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാമത് പതിപ്പിന് മാർച്ച് 22-ന് തുടക്കമാകും. ടാറ്റ IPL എന്നാണ് 2025-ലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അറിയപ്പെടുന്നത്. മാർച്ച് 22 മുതൽ മെയ് 25 വരെ നീണ്ടു നിൽക്കുന്ന 74 മത്സരങ്ങൾ അടങ്ങുന്ന ക്രിക്കറ്റ് മാമാങ്കത്തിന് കൊടിയേറാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഏതാണ്ട് 2 മാസത്തെ വേനലവധിക്കാലം മുഴുവൻ ക്രിക്കറ്റ് ആരാധകരെയും ക്രിക്കറ്റ് ലഹരിയിൽ മുക്കുന്ന ക്രിക്കറ്റ് വിരുന്ന്. കൊൽക്കത്തയിൽ തിരിതെളിയുന്ന IPL ഇന്ത്യയിലെ 13 നഗരങ്ങളിലായി അരങ്ങേറും. 10 ടീമുകളാണ് ഇക്കുറി IPL-ൽ മാറ്റുരയ്ക്കുക. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തന്നെയാണ് ജനപ്രിയ ടീമുകളിൽ മുന്നിൽ. അജിൻക്യ രഹാനെയാണ് നൈറ്റ് റൈഡേഴ്സിന്റെ പുതിയ നായകൻ. രജത് പട്ടീദാറാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ നായകൻ. 3 തവണ IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത കഴിഞ്ഞ IPL ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്രതിഭകളാൽ സമ്പന്നമാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വിദേശ താരം നായകനായുള്ള ഏക ടീമും സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. ഉദ്ഘാടന മത്സരത്തിനും ഫൈനലിനും ആതിഥ്യം വഹിക്കുന്ന കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾക്കാകും ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുക. ഇത്തവണ ഗ്രൂപ്പ് എയിൽ ചെന്നൈ സൂപ്പർ കിങ്സ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, രാജസ്ഥാൻ റോയൽസ്, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ, പഞ്ചാബ് കിങ്സ് എന്നിങ്ങനെ 5 ടീമുകളാണ് അണിനിരക്കുന്നത്. ഗ്രൂപ്പ് ബിയിൽ മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ് എന്നിവരാണ് അണിനിരക്കുന്നത്. ഇക്കുറി IPL-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിയമാവലിയാണ് പിന്തുടരാൻ BCCI തീരുമാനിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ IPL-ന് സ്വന്തമായ നിയമാവലി ഉണ്ടായിരുന്നു. ഇക്കുറി ചില നിയമമാറ്റങ്ങളും IPL-ൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ പറയുന്നു. അതിലൊന്ന്, ക്രിക്കറ്റ് ബോളിൽ ഉമിനീര് ഉപയോഗിച്ച് മിനുസം കൂട്ടുന്നതിനുള്ള നിരോധനം നീക്കാനുള്ള നടപടി. നേരത്തെ കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് ഇതിന് ICC നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ക്രിക്കറ്റ് ബോൾ ഉമിനീര് ഉപയോഗിച്ച് മിനുസപ്പെടുത്തുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിന് റിവേഴ്സ് സ്വിംഗ് ലഭിച്ചിരുന്നു. എന്നാൽ നിരോധനത്തെ തുടർന്ന് കുറെ നാളായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റിവേഴ്സ് സ്വിംഗ് എന്ന പ്രതിഭാസം പാടെ അപ്രത്യക്ഷമായി. ക്രിക്കറ്റിന് ബാറ്റർമാരുടെ മാത്രം മേൽക്കോയ്മ നിലനിൽക്കുന്ന കളിയായി മാറാൻ ഇത്തരം നിയന്ത്രണങ്ങൾ കാരണമായതായി ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. മറ്റൊരു പുതിയ നിയമത്തിനും IPL നിയമാവലിയിൽ സാധ്യത തെളിയുന്നുണ്ട്. ഓഫ് സൈഡിലെയും ഉയരം കൂടുതലുള്ള വൈഡ് ഡെലിവറികൾക്ക് ഫീൽഡ് അമ്പയർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ ബാറ്റിംഗ് ടീമിന് DRS റിവ്യൂ ചെയ്യാനുള്ള അവകാശം. ഈ നിയമങ്ങൾക്ക് BCCI പച്ചക്കൊടി നൽകിയാൽ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കും ഇത്തരത്തിൽ നിയമപരിഷ്കാരം ഏർപ്പെടുത്താൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നിർബന്ധിതമാകും. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുമാണ് 2025 IPL-ലെ വിലയേറിയ താരങ്ങൾ. രാജസ്ഥാൻ റോയൽസിന്റെ 13 വയസ്സുള്ള വൈഭവ് സൂര്യവംശിയാണ് ഇത്തവണത്തെ IPL-ലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 43 വയസ്സുള്ള മഹേന്ദ്ര സിംഗ് ധോണിയാണ് IPL-ലെ ഏറ്റവും മുതിർന്ന താരം. മലയാളി താരം സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ. എന്നാൽ പരിക്കേറ്റ് വിശ്രമിക്കുന്ന സഞ്ജുവിന് പകരം റിയാൻ പരാഗാണ് ആദ്യത്തെ 3 മത്സരങ്ങളിൽ രാജസ്ഥാനെ നയിക്കുക. ധ്രുവ് ജുറയിലാണ് സഞ്ജുവിന് പകരം രാജസ്ഥാന്റെ വിക്കറ്റ് കീപ്പറായി ഇറങ്ങുക. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ഇറങ്ങിയില്ലെങ്കിലും ഇമ്പാക്ട് പ്ലെയറുടെ റോളിൽ ഇറങ്ങിയേക്കും. മാർച്ച് 23-നാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള രാജസ്ഥാന്റെ ആദ്യത്തെ മത്സരം. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നീ ഇന്ത്യൻ താരങ്ങൾ മികച്ച ഫോമിലാണ്. ഒപ്പം വിദേശ താരങ്ങളും പുതിയ താരങ്ങളുടെയും ബാറ്റിംഗ് വെടിക്കെട്ടിനും IPL മൈതാനങ്ങൾ സാക്ഷിയാകും. മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, ഭുവനേശ്വർ കുമാർ, ഹർഷൽ പട്ടേൽ, വരുൺ ചക്രവർത്തി, ആർഷ്ദീപ് സിംഗ് തുടങ്ങിയ ബൗളർമാരും വിക്കറ്റുകൾ എറിഞ്ഞു വീഴ്ത്തി കാണികളെ രസിപ്പിക്കും എന്നുറപ്പിക്കാം. വേനൽ ചൂടിനെ തോൽപ്പിക്കുന്ന ക്രിക്കറ്റ് ചൂടാകും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഈ വേനൽക്കാലത്ത് ആസ്വദിക്കാൻ പോകുന്നത്. ഗാലറിയുടെ ആരവങ്ങൾക്കിടെ ഇത്തവണത്തെ IPL-ൽ ആരാകും ചാമ്പ്യൻ എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്.